എൻ്റെ പൊന്നു മിഥുനെണ്ണ അടുത്ത പാർട്ട് റൈഡ് സെക്കൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടാണല്ലോ അവസാനിപ്പിച്ചേക്കുന്നത്. ആ പാർട്ട് ഡിലേ ഇടല്ലേ, ഇതൊരു റിക്വസ്റ്റാണ്. അത് ഡിലേ ഇടാണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണട്ടെ സംഗതികൾ. അതായത് ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഞാൻ ഈ അടുത്തൊന്നും സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ഇത്ര അധികം ചിരിച്ചിട്ടുള്ള സിനിമ ഉണ്ടോ എന്ന് എൻ്റെ ഓർമ്മയിലില്ല. കാരണം ചിരി നിർത്താൻ പറ്റുന്നില്ല. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇരുന്ന് ചിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഡൂഡണ്ണൻ്റെ ഹീ ഈസ് ദ ഡൂഡ്. ആ ഡൂഡണ്ണൻ്റെ ക്ലൈമാക്സിൻ്റെ പൊന്നോ എന്ത് രസമെന്നറിയോ. ചിരിച്ച് ചിരിച്ച് തിയേറ്റർ മൊത്തം ചിരിച്ച് മറിയായിരുന്നു ആ ഒരു സീന്. അതന്ന് അറിഞ്ഞ പോലീസുകാരനല്ലേ, അയാൾ എന്തിനാ എന്നെ കണ്ടിട്ട് ഓടണേ, ഞാനല്ലേ അയാളെ കണ്ടിട്ട് ഓടണ്ടേ. ഇത് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ പാട്ടൊന്ന് ഓർത്ത് വെച്ചോ, നിങ്ങൾക്ക് എന്തായാലും ചിരിക്കാനുള്ള വകയുണ്ട് ആ ഒരു സ്ഥലത്ത്. കൺഫ്യൂഷൻസ്, അൺസർട്ടനിറ്റി, കയോട്ടിക്, ഇതിൽ കുറെ മണ്ടന്മാർ ചെന്നങ്ങ് വീണ എന്താണ് അവസ്ഥ, അതാണ് ഈ പടം. നമുക്ക് എവിടെയും ലാഗോ, നമുക്ക് എന്താ പറയാ, നമുക്ക് വെറുതെ നമ്മളൊരു 2-3 മണിക്കൂറുണ്ടല്ലോ നമ്മുടെ സകല ടെൻഷനും നമ്മുടെ സകല ഈ നമ്മുടെ ലൈഫിലുള്ള സകല സ്ട്രഗിളും മാറ്റി വെക്കാൻ, അല്ലെങ്കിൽ അതൊന്നും മറക്കാനുള്ള ഒരു സമയം. റിയൽ എന്റർടൈനർ അതാണ് ആട് 3 എന്ന് പറഞ്ഞ സിനിമ. മാത്രമല്ല, എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ആയത് എങ്ങനെ അറിയോ, അതായത് രാവണപ്രഭു കാണാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ എക്സാക്ട് ഫീലാണ് സത്യത്തിൽ ഈ സിനിമ കാണാൻ പോയപ്പോൾ ഉണ്ടായത്. രാവണപ്രഭു പക്ഷെ നമ്മൾ ടി വിയിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ള സിനിമയാണല്ലോ. പക്ഷെ അത് തിയേറ്ററിൽ വരുന്ന സമയത്ത് ആ ബിഗ് സ്ക്രീനിൽ ആ സൗണ്ടിൽ ഒരു ക്രൗഡിന്റെ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് കാണാന്നുള്ള ആ ഒരു ഫീല് നമുക്ക് കിട്ടിയിട്ടില്ല. ആ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പടം കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോയത്. അതുപോലെയായിരുന്നു ഇത്. അതായത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറേ ക്യാരക്ടേഴ്സ്, ഓൾറെഡി കുറേ മണ്ടന്മാർ, ഇവരെങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇവര് പുതിയ ചില സാഹചര്യങ്ങളിൽ പോയി പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടല്ലോ, ആ ആകാംക്ഷയോട് കൂടെയാണ് ഈ സിനിമ കാണാൻ പോയത് എന്നുള്ളതാണ്. രാവണപ്രഭുവിലും ലാലേട്ടൻ എന്താണ്, എങ്ങനെ, എന്ത് ക്യാരക്ടറാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ അത് ആ സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കാണണം. അത് അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നത്. ആ സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററിൽ പോയത്. അത് കിട്ടി, 100% കിട്ടി എന്നുള്ളതാണ്. മലയാളത്തിൽ ഒരു സിനിമയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ആൾക്കാർ ഓർത്തിരിക്കുന്ന ഒരു സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വിരളമാണ്. കുറച്ച് പഴയ സിനിമകളൊക്കെ, നമ്മുടെ ലെജൻസ് ഉണ്ടാക്കിയ ചില സിനിമകളിലൊക്കെയുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ അങ്ങനെ ഓർത്ത് വെക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു സിനിമ, അതും തിയേറ്ററിൽ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് തകർന്നടിഞ്ഞ് പൊളിഞ്ഞ് പാളീസായി പോയിട്ടുള്ള ഒരു സിനിമ. ആ സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരുന്നു, അതിൻ്റെ തേർഡ് പാർട്ട് വരുന്നു. അതിൻ്റെ ഓരോ പാർട്ട് വരുന്ന സമയത്തും ആൾക്കാരുടെ ആകാംക്ഷയും ആൾക്കാർക്ക് ആ സിനിമയോടുള്ള ഇഷ്ടം കൂടി വരിക. അതും ഓരോ ക്യാരക്ടേഴ്സിന് ഓരോ സിഗ്നേച്ചർ ടോണ്. ഷമീർ എന്താ രസം എന്നറിയോ. ഈ ക്യാരക്ടേഴ്സിന് ആ സിഗ്നേച്ചർ സാധനം വെച്ച് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, തിയേറ്റർ ഇങ്ങനെ എന്താ പറയുക, അഡ്രിനാലിൻ റഷ്. ആ ഒരു സാധനം കയറിയിട്ട് തിയേറ്റർ ഫുൾ കയ്യടിയും വിസിലും. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഈ ഒരു സിനിമ കാണാൻ. എനിക്ക് പക്ഷെ ഷാജി പാപ്പനേക്കാട്ടും കൂടുതൽ ആൾക്കാർ ഫാനുള്ളത് എനിക്ക് ഡൂഡിനാണോ എന്ന് ഒരു നിമിഷം തോന്നിപ്പോയി. കാരണം ഡൂഡ് സ്കോർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇസ് ദ ഡൂഡ് എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് തിയേറ്റർ പൊള്ളി ഇളകി മറിയായിരുന്നു എന്നുള്ളത്. അങ്ങനത്തെ ഒരു സിനിമ, ഒരു വല്ലാത്ത കൾട്ട് സിനിമയായിട്ട് മാറി എന്നുള്ളത് ആട്. എനിക്ക് മിഥുൻ മാനുവലിന്റെ ഇങ്ങനെ ഒരു കൾട്ട് ഫോളോവേഴ്സ് വന്നിട്ടുള്ള, ഇങ്ങനെ ഒരു കൾട്ട് ഒരു സ്റ്റാറ്റസ് കിട്ടിയിട്ടുള്ള വേറെ സിനിമ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. പുള്ളി കുറെ ത്രില്ലറും സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളി നല്ല ഡയറക്ടറാണ്, നല്ല എഴുത്തുകാരനാണ്. പക്ഷേ ഈ ഒരു സിനിമ പുള്ളി ബാക്കി ചെയ്ത സിനിമകളിലൊക്കെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സിനിമയാണെന്നുള്ളതാണ്. അവിടെ നമ്മൾ എടുത്ത് പറയേണ്ടതാണ് ഷാൻ റഹ്മാന് ഈ ക്യാരക്ടേഴ്സിന് ഇതുപോലത്തെ ഒരു സിഗ്നേച്ചർ സാധനം വെച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമ എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ അതൊന്നുമില്ല. ഷാജി പാപ്പൻ ഇങ്ങനെ ഹാജി മസ്താൻ സലാമയ്ക്ക് ആ സാധനം ഉണ്ട്, വേറെ ആർക്കും വേറെ സാധനങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കേ. അപ്പൊ എങ്ങനെയായിരിക്കും ഈ സിനിമ, ഈ ക്യാരക്ടേഴ്സിനൊക്കെ എങ്ങനെയായിരിക്കും ആൾക്കാരുടെ, ഈ ക്യാരക്ടേഴ്സിനോടൊക്കെയുള്ള റിസപ്ഷൻ എന്തായിരിക്കും? അത് അൺഇമാജിനബിൾ ആണല്ലേ. അത് എന്താ പറയാ, പുള്ളി ആ സാധനം വെച്ച് കൊടുത്തപ്പോഴാണ് ഈ സിനിമയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഈക്വൽ ആണ്. ഇതിനകത്ത് ഹീറോ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാപ്പനുണ്ട്, അഫ്കോഴ്സ്. പക്ഷേ
പാപ്പന്റെ അതേ ലെവലിൽ തന്നെയാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ നിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ലാൽ സലാം, നമ്മുടെ മണിയാശാനാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഡൂഡ്, സർബത്ത് സമീർ, പിന്നെ അതേപോലെ തന്നെ അബുബീകരൻ, കൊടുബീകരൻ. എന്താ രസം എന്നറിയാം സിനിമ ഇരുന്ന് ഇങ്ങനെ കാണാന്. പിന്നെ ഇതിനകത്ത് കുറേ സാധനങ്ങൾ ഉണ്ടാവും. മറ്റേ നമ്മുടെ ഫസ്റ്റ് പാർട്ടില് സെക്കൻഡ് പാർട്ടിലാണെന്ന് തോന്നുന്നു. അതായത് സാജി പാപ്പന്റെ വണ്ടിന്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടല്ലോ, ആ പൊട്ടിയ ഗ്ലാസും കൊണ്ട് തന്നെയാണ് ഇപ്പോഴും പുള്ളി വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് സാധനം, അതായത് മറ്റേ അതായത് സിറ്റുവേഷൻ ഡ്രിവൺ ആയിക്കൊണ്ട് ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ ഡയലോഗ്സിലുള്ള, അപ്പൊ അതിനകത്ത് വരുന്ന തഗ്ഗും കോമഡിയും നല്ല രസം ഉണ്ടായിരുന്നു. ഷാജി പാപ്പനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബോൾഗാട്ടി, അയ്യോ പുള്ളിയുടെ പേര് കിട്ടുന്നില്ലല്ലോ, നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ടിന്റെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടല്ലോ, നല്ല രസമായിരുന്നു. അതായത് കുറെ മണ്ടന്മാരെ മേയിച്ചോണ്ട് നടക്കുന്ന വേറൊരു മണ്ടൻ, അതിൽ ഏറ്റവും മൂത്ത മണ്ടനാണ് ധർമ്മജൻ ബോൾഗാട്ടി. ആ മണ്ടനെ വേറൊരു മണ്ടൻ കൂടെ കൊണ്ടു നടക്കുകയാണ്. ആ അങ്ങനത്തെ മണ്ടന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഗിവ് ആൻഡ് ടേക്ക് സാധനം ഉണ്ടല്ലോ, നല്ല രസമുണ്ടായിരുന്നു ഇരുന്ന് കാണാനെന്നുള്ളതാണ്. കാരണം ധർമ്മജനെ കുറെ ആയിട്ട് ഇപ്പൊ സിനിമയിൽ അങ്ങനെ ഇങ്ങനെ ഒന്നും കാണാറില്ല അല്ലെ. പക്ഷെ ധർമ്മജൻ പൊളിച്ചു ഇതിനകത്ത്, ഓവർ ആക്കിയിട്ടില്ല എന്നാൽ ഭയങ്കര ലോവും അല്ല. അതേപോലെ തന്നെ ഇവരൊക്കെ നമ്മൾ ആട് 1 2 കണ്ടത് എന്താണോ അതുപോലെ തന്നെ ഒരു വ്യത്യാസവും ആ മീറ്ററിലോ ഒന്നിലും ഒരു വ്യത്യാസവും ഇല്ല. കറക്റ്റ് സാധനം പിടിച്ച് പോയേക്കോ എന്നുള്ളതാണ്. ആകെപ്പാടെ വ്യത്യാസം ഇവർക്ക് കൊടുത്തേക്കുന്നത് കോസ്റ്റ്യൂമിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഇവരൊക്കെ ടൈം ട്രാവൽ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് പ്ലേ ഉണ്ട്. അതിനകത്ത് ആശാനാണ് കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈം ട്രാവൽ കിട്ടുന്നത്. ഇവര് എല്ലാവരും പ്രസന്റ് ആൻഡ് പാസ്റ്റ് ആണ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം പോകുന്നുണ്ടെങ്കിൽ ആശാൻ ഫ്യൂച്ചറിലോട്ട് പോയപ്പോൾ ആശാന് ഒരു ഹോളിവുഡ് സിനിമയിലൊക്കെയുള്ള നായകന്മാരുണ്ടാവുമല്ലോ, അതായത് ബ്ലാക്ക് നായകന്മാര്, അവര് അതുപോലത്തെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു ആശാൻ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ. അപ്പൊ ആദ്യത്തെ ഒരു സിംഗിൾ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന്റെ കൂടെ കുറേ ആൾക്കാർ ഓടുന്നത്, അതായത് ആ ഒബ്ജക്റ്റ് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ പോകുന്ന കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, ഇവർക്കിടയിലുള്ള എന്താ പറയാ ഒരു ഇന്റർപ്ലേ, ഒരു പ്ലേ, അതും തന്നെ ഈ പോകുന്ന ആൾക്കാരൊക്കെ മണ്ടന്മാരാണെന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാര്, പക്ഷെ നമ്മൾ കോൺഫറന്റ് ചെയ്യാൻ പോകുന്നത് കുറെ മണ്ടന്മാരെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്റലക്ച്വൽ ടു ഇന്റലക്ച്വൽ ആണെന്നുണ്ടെങ്കിൽ ഒരു മീറ്റർ ആ ഒരു സാധനം ലെവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമുക്ക് അൺഇമാജിനബിളും അൺപ്രഡിക്റ്റബിളും ആയിരിക്കും. ഇവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് പറയാനേ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു സാച്ചുറേഷൻ, അതിൻ്റെ ഒരു ഇംബാലൻസ്, ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഈ സിനിമ ഭയങ്കര രസം, തിയേറ്ററിൽ ഇരുന്ന് ഇങ്ങനെ കാണാൻ ഭയങ്കര രസം എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ പാട്ട് സുൽത്താൻ, അത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു രസം ഉണ്ടായിരുന്നു, ആ ഒരു പാട്ട് തിയേറ്ററിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡൂഡ് സുൽത്താനായിട്ട് വന്നതും രസമുണ്ട്. അതായത് ഡൂഡ് സുൽത്താനായിട്ട് വന്നപ്പോൾ എനിക്ക് തോന്നിയത് എന്താ പറയുക, നമ്മുടെ ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതിനകത്ത് വന്നിട്ടുള്ള മറ്റേ പ്രിൻസ്, അതിനകത്ത് പുള്ളി എങ്ങനെയാണോ ആ പുള്ളിയുടെ തീരുമാനങ്ങളൊക്കെ അതുപോലെ. മറ്റേ ഇതുണ്ടല്ലോ, ഈ മിസൈലിന്റെ അറ്റം എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കണം, അല്ല അത് റൗണ്ട് ആയാലും കുഴപ്പമില്ല, പേലോഡ് അനുസരിച്ചിട്ടാണ് അതിന്റെ ഡിസൈന്, അതൊന്നുമല്ല. ആ ഒരു സാധനം ഉണ്ടല്ലോ നമ്മുടെ ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞ സിനിമയിൽ, അതുപോലെയാണ്. അതായത് ഇവനെ കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടില്ല, അവനെ നാവർത്ത കളഞ്ഞേക്ക്, നീയാണോ ഈ പാലം ഉണ്ടാക്കിയത്, എന്നാ അവന് പുഴയെ തള്ളിയേക്ക്, ഇങ്ങനെ പറഞ്ഞിട്ട്. അതായത് ഈ പുഴയെ തള്ളല്, അതേപോലെ തന്നെ നടു ഒടിയല്, അതേപോലെ തന്നെ ഒരു സിംഗിൾ ഒബ്ജക്റ്റിന്റെ കൂടെ ട്രാവൽ ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ അതിനെ ചേസ് ചെയ്ത് പോകുന്നത്, ഇത് തന്നെയാണല്ലോ അവര് ചെയ്തോണ്ടിരിക്കുന്നത്, പ്രസന്റ്ലി അത് ചെയ്തോണ്ടിരിക്കുന്നത്. അവരുടെ പാസ്റ്റും ഏകദേശം ആ കൈൻഡ് ഓഫ് സാധനം തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള സെറ്റിങ്ങിൽ ഒക്കേഷനിൽ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിനിമ സാധാരണ രീതിയിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പൊ ഹരിഹർ നഗർ ഉണ്ടല്ലോ, ഹരിഹർ നഗർ ഫസ്റ്റ് ഇറങ്ങിയത് 1 ഹിറ്റ് പടമാണ്. സെക്കൻഡ് വന്നപ്പോഴും അത് നന്നായിട്ട് ഹിറ്റായി. മൂന്നാമത് വന്നപ്പോൾ അത് കുറച്ച് ഡൗൺ ആയി എന്നുള്ള, 4 അത്യാവശ്യം ഡൗൺ ആയിരുന്നു ആ ഒരു സിനിമ എന്നുള്ളതാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാല് ആവർത്തന വിരസത ഉണ്ട് അതിനകത്ത്. പിന്നെ ക്യാരക്ടേഴ്സ് അതേ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് വർഷങ്ങളുടെ ഗ്യാപ്പ് വന്നു, ക്യാരക്ടേഴ്സിൽ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. അവരുടെ സ്കിന്നിലാണെന്നുണ്ടെങ്കിലും അവരുടെ ബോഡി ലാംഗ്വേജിലാണെന്നുണ്ടെങ്കിലും ഒക്കെ മാറ്റം വന്നു എന്നുള്ളതാണ്. പക്ഷെ ഇത് അതിനുള്ള ഒരു സമയം ആയിട്ടില്ല. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതായത് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ കൂടെ. അപ്പോൾ
ഇങ്ങനെയൊക്കെ വരുന്ന സിനിമ ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ ചിരിച്ച് മനുഷ്യൻ എന്താ പറയുക ചിരിച്ച് മരിച്ചു എന്ന് പറയാം. അങ്ങനത്തെ ഒരു സിനിമ. അപ്പോൾ എന്താ പറയുക, ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് പാർട്ട്.